ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ പ്രണാമം മാതാജി പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഓം അജ്ഞാനതിമിരാന്തസ്യ നാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സമഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ത്രി സ്കൂൾ മാംഗ്ലൂരിന്റെ ഷോർട്ട് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുതമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികിം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരകമദ്ഭാഗ്യാമതാനന്ദ നമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ. ശ്രീ പ്രഭുപാദ് കി ജയ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 17 കലിപുരുഷനുള്ള ശിക്ഷയും പാരിതോഷികവും. ശ്ലോകം 22. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞോസി വൃഷരൂപദൃക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപദൃക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഹരേ കൃഷ്ണ. രാജാവ് പറഞ്ഞു, ധർമ്മം ബ്രവീഷി അങ്ങ് പറഞ്ഞ പോലെ.
ധർമ്മജ്ഞ ധർമാനുശാസനങ്ങൾ അറിയുന്നവൻ. ധർമ്മ ധർമ്മ വ്യക്തിത്വം യമരാജാവ് അസി അങ്ങാകുന്നു. ഋഷഭരൂപത്തിൽ പ്രച്ഛന്ന വേഷം ധരിച്ച് എന്തു തന്നെയായാലും അധർമ്മകൃത അധർമ്മം പ്രവർത്തിക്കുന്നവൻ സ്ഥാനം സൂചകസ്യ തിരിച്ചറിയുന്നവരുടെ തത് അത് ഭവേത് ആയിത്തീരുന്നു. വർത്തനം ഭാവർത്തം ഭക്തി വേദാന്ത സംശയ പ്രപാദിച്ച് രാജാവ് പറഞ്ഞു, ആശ്ചര്യം, ഋഷഭരൂപത്തിലുള്ള താങ്കൾ ധർമ്മസത്യം ഗ്രഹിച്ചവനാണ്. അപരാധി തിരിച്ചറിയുന്നവർക്കും അപരാധിക്കും വിധിവിഹിതമായ ഉദ്ദിഷ്ട സ്ഥാനം ഏതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്ന അങ്ങ് ധർമ്മ വ്യക്തിത്വമല്ലാതെ യമരാജാവല്ലാതെ മറ്റാരുമല്ല. അപ്പോ ഇവിടെ കലിപുരുഷൻ എന്താണ് കപട വേഷം ധരിച്ചുകൊണ്ട്, രാജാവിന്റെ കപട വേഷം ധരിച്ചുകൊണ്ട് ഋഷഭമായി വന്നിട്ടുള്ള, ഒറ്റ കാലിൽ നിൽക്കുന്ന ഋഷഭമായി വന്നിട്ടുള്ള ധർമ്മരാജാവിനെയും ഭൂമിദേവിയായിട്ടുള്ള പശുവിനെയും പ്രഹരിക്കുന്ന കാഴ്ച കണ്ട് മഹാരാജാവ് ചോദിക്കുകയാണ്, അല്ലെ, ആ കാളയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ ഈ 3 കാലം ആരാണ് ഛേദിച്ചു കളഞ്ഞത്? ആരായാലും ഞാൻ അവരെ വധിക്കും. അത് ദേവനായാൽ പോലും, എത്ര ഐശ്വര്യപൂർണമായിട്ടിരിക്കുന്ന ദേവനാണെങ്കിൽ പോലും അവരെ ഞാൻ വധിക്കും എന്ന് പറയണ്ടായി. അപ്പോ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ധർമ്മരാജാവ് പറയുകയും ചെയ്തു. അതായത് പാണ്ഡവരുടെ വംശത്തിൽ നിന്ന് വന്നിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് അതിന് കഴിവുള്ളയാളാണ്, അല്ലെ, വെറും വാക്ക് പറയുന്നയാളല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമെന്ന് മനസ്സിലായി. പിന്നെ അവസാനം പറയാണ്, ആരാണ് എന്റെ ഈ കാലുകൾ ഛേദിച്ചു കളഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഓരോ ദാർശനികന്മാര് ഓരോ തരത്തിൽ പറയുന്നു, അല്ലെ, നമ്മുടെ കർമ്മങ്ങളാണ് കാരണം, അതുപോലെ ദേവന്മാരാണ് കാരണം, അല്ലെ, ശക്തിയാണ് കാരണം എന്ന് പറയുന്നു. പിന്നെ എന്താണ്, പൂർവജന്മ കർമ്മങ്ങളുണ്ട്, പിന്നെ ഈ ജന്മത്തെ കർമ്മങ്ങൾ, അല്ലെ, ഇങ്ങനെ പലതരത്തില്. അതുപോലെ ഭഗവാന്റെ ഇച്ഛയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല, അങ്ങനെയും പറയുന്നു. എന്താണ് കാരണം, ആരാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ ഛേദിക്കപ്പെടാൻ എനിക്കറിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ധർമ്മരാജാവ് പറഞ്ഞു, ഹരേ കൃഷ്ണ, ധർമ്മരാജാവ് പറഞ്ഞു, അങ്ങ് തന്നെ തീരുമാനിക്കൂ ആരാണ് ഈ ഒരു തെറ്റ് ചെയ്തത്, അതായത് എന്റെ കാലുകൾ നഷ്ടപ്പെടാൻ കാരണം ആരാണെന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിക്കൂ എന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് ആ ഒരു ധർമ്മത്തെ കുറിച്ച് കീറി മുറിച്ച് പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? പരീക്ഷിത് മഹാരാജാവിന് മനസ്സിലായി, അല്ലെ, ആരാണ് ഈ ഋഷഭത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന്. അപ്പൊ രാജാവ് പറയാണ്, ഓ ആശ്ചര്യം, ഋഷഭരൂപത്തിലുള്ള താങ്കൾ ധർമ്മസത്യം ഗ്രഹിച്ചവനാണ്. കാരണം എന്തുകൊണ്ടാണ്? യമരാജനാണല്ലേ, ധർമ്മരാജാവ് തന്നെയാണ്. അപ്പോ ധർമ്മത്തിന്റെ സത്യം ഗ്രഹിച്ചയാളാണ്. അപരാധിയെ തിരിച്ചറിയുന്നവർക്കും അപരാധിക്കും വിധിവിഹിതമായ ഉദ്ദിഷ്ട സ്ഥാനം ഏതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്ന അങ്ങ് നിർവ്യക്തിത്വമല്ലാതെ ധർമ്മ വ്യക്തിത്വമല്ലാതെ മറ്റാരുമല്ല. അപ്പോ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അപരാധിയെ തിരിച്ചറിയുന്നവർക്ക്, രണ്ടാമത്തേത് അപരാധി. ഇവർക്ക് 2 പേരുടെയും യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് യമരാജാവ് സംസാരിച്ചത്. അപ്പോ അതുകൊണ്ട് തന്നെ താങ്കൾ യമരാജാവ് തന്നെയാണെന്ന് മനസ്സിലായി പറയാണ് പരീക്ഷിത് മഹാരാജാവ്. ഭക്തി വേദാന്ത സംശയ പ്രപാദിച്ച് ഭഗവത് അനുമതി ഇല്ലാത്ത പക്ഷം ഉപകാരിയോ ഉപദ്രവകാരിയോ ആയിത്തീരുന്നതിൽ ആർക്കും നേരിട്ട് ഉത്തരവാദിത്തമില്ലെന്ന് ഭക്തൻ ഊന്നി പറയുന്നു. ആകയാൽ അത്തരം പ്രവൃത്തികൾക്ക് പ്രത്യക്ഷ ഉത്തരവാദികളായി ഭക്തൻ ആരെയും കരുതുന്നില്ല. ലാഭമായാലും നഷ്ടമായാലും സുഖമായാലും ദുഃഖമായാലും അത് ഈശ്വര നിശ്ചയം എന്ന് കരുതി അംഗീകരിക്കുകയും അത് ഭഗവാന്റെ അനുഗ്രഹമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. നേട്ടമുണ്ടാകുമ്പോൾ അത് ഭഗവത് അനുഗ്രഹമാണെന്ന വസ്തുത ആരും നിഷേധിക്കുകയില്ല. അതേസമയം നഷ്ടമുണ്ടാകുമ്പോൾ, ക്ലേശമുണ്ടാകുമ്പോൾ സ്വഭക്തരെ ഇപ്രകാരം ദുരിതത്തിൽ അകപ്പെടുത്താൻ തക്കവിധം ദയയില്ലാത്തവനാണോ ഭഗവാൻ എന്ന് ഒരുവൻ സംശയിക്കുന്നു. അപ്പൊ ഇവിടെ പ്രഭാതിൽ പറഞ്ഞു തരാണ്, അതായത് ഭഗവാന്റെ അനുമതി ഇല്ലാതെ നമുക്ക് സുഖമാവട്ടെ, ദുഃഖമാവട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാവട്ടെ, സമ്പത്താകട്ടെ, ദാരിദ്ര്യം ആവട്ടെ, ഒന്നും നമുക്ക് വരുന്നില്ല, അല്ലെ, എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടിയാലും അതെന്താണ്? ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കുന്നയാളാണ് ആര്? ഒരു ഭക്തൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ക്ലേശം ഉണ്ടാകുമ്പോ അയ്യോ ഭഗവാൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഉപദ്രവം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നയാള് ഒരിക്കലും ഒരു ഭക്തനല്ല. അപ്പൊ ഭക്തന്മാര് ഭഗവാൻ എന്ത് തന്നാൽ എല്ലാം ഭഗവാന്റെ കൈകളിലൂടെയാണ് വരുന്നത് എന്നുള്ളത് ഭക്തന്മാർക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൈകളിലൂടെ വരുന്നത് എന്തും പ്രസാദമായിട്ട് അവർ സ്വീകരിക്കുന്നു. മൂഢന്മാരായ അജ്ഞാനികളാൽ ക്രൂശിക്കപ്പെട്ട് യേശു ക്രിസ്തു ബാഹ്യദൃഷ്ടിയ കൊടിയ ദുരിതത്തിൽ അകപ്പെടുത്തപ്പെട്ടുവെങ്കിലും ദുർബുദ്ധികളായ അവരോട് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും കോപം തോന്നിയിരുന്നില്ല. അനുകൂലമോ പ്രതികൂലമോ ആയ വസ്തുതകളെ അഥവാ സുഖദുഃഖങ്ങളെ സ്വീകരിക്കേണ്ട രീതിയാണത്. ആകയാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവകാരിയെ പോലെ, കലാപകാരിയെ പോലെ
അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നവനും തുല്യ അപരാധികളാകുന്നു. ഭഗവത് അനുഗ്രഹത്താൽ എല്ലാവിധ വിപരീതങ്ങളെയും ഭക്തൻ സഹിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സുഖദുഃഖാസമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ, അല്ലെ? എല്ലാറ്റിനെയും സമമായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്, അല്ലെ? പിന്നെ വേറൊരു ശ്ലോകം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവദേ ആദ്യന്തവന്ത കൗന്ദേയ നതീശൂരമതേ ബുധഃ. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളില് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് രമിക്കുന്നില്ല. അപ്പൊ നമ്മളെ സുഖദുഃഖങ്ങളെ എങ്ങനെ സ്വീകരിക്കണം എന്ന് ഭഗവത്ഗീതയിൽ ഇനിയും ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതാ പറഞ്ഞത്. അപ്പോ എല്ലായിടത്തും ഭഗവാൻ എന്ത് പറയുന്നുണ്ട്? ഈ സുഖദുഃഖങ്ങളെ നമ്മള് ടോളറേറ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാരാജാവ് പരീക്ഷിച്ച് ഇത് ഗ്രഹിക്കുകയാൽ ഋഷഭം സ്വയം ധർമ്മ വ്യക്തിത്വമായ യമധർമ്മ രാജനാണെന്ന പരമാർത്ഥം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർവ്വതിലും ഈശ്വരനെ ദർശിക്കുന്ന ഒരു ഭക്തന് ക്ലേശം എന്ന ഒന്നില്ല. എന്തെന്നാൽ ക്ലേശം എന്ന് വിശേഷിപ്പിക്കുന്നവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭഗവത് അനുഗ്രഹമാകുന്നു. ജഗദ്ഗുരോ ഭവതോ ദർശനം അപുനർഭവ ദർശനം. കുന്തി മഹാറാണി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇനിയും കഷ്ടങ്ങൾ വന്നോട്ടെ ഭഗവാനെ, അപ്പോഴൊക്കെ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ അത് അനുഗ്രഹമാണ്, അല്ലെ? പിന്നെ എന്താണ് ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല എന്ന് കുന്തി മഹാറാണി പറയുന്നത്. അപ്പോ ക്ലേശം എന്ന് പറയുന്നതും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അപ്പോഴാണ് ഭഗവാനെ ഏറ്റവും ഉള്ളഴിഞ്ഞ്, അല്ലെ, ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഉപദ്രവിക്കപ്പെടുന്നവർ രാജ്യത്തിന്റെ ഭരണാധിപന്മാരുടെ സമക്ഷം പരാതിയുമായി എത്തുന്നത് സാധാരണമാണ്. എന്നിരിക്കെ കലിസത്വത്താൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും പശുവോ കാളയോ രാജാവിനോട് പരാതിപ്പെട്ടില്ല. കാളയുടെ ഈ അസാധാരണമായ പെരുമാറ്റത്തിൽ കാള തീർച്ചയായും ധർമ്മ വ്യക്തിത്വമായ യമധർമ്മ രാജാവാണെന്ന തീരുമാനത്തിൽ രാജാവ് എത്തിച്ചേർന്നു. അല്ലാത്ത പക്ഷം മറ്റാർക്കും ധർമാനുശാസനങ്ങളുടെ ഇത്രയും സൂക്ഷ്മമായ സങ്കീർണതകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോ ആ ഒരു സ്വഭാവം, അല്ലെ, ഒരിക്കലും കലി പുരുഷനാണ് തന്നെ ശിക്ഷിച്ചത് എങ്കിൽ കൂടിയും അദ്ദേഹം ധർമ്മരാജാവ് ഒരിക്കലും കലി പുരുഷനെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മള് ഭക്തന്മാര് ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കാം? പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യത്തെ. ഭഗവത്ഗീതയിലുള്ള കുറെ ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഓരോ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് തനിയെ മനസ്സിലാവും, അല്ലെ? നമ്മൾ ഇപ്പൊ ആരോടും ഒരു വൈരാഗ്യ ബുദ്ധിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യോ വല്ലാണ്ട് അപമാനിക്കോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ശ്ലോകം പെട്ടെന്ന് ഓർക്കാൻ സാധിച്ചാല്, അതായത് ഭൗതിക പ്രകൃതിയിലെ 3 ഗുണങ്ങളാണ് ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഭഗവാനെ ചിലര് ആരോ നിർബന്ധിച്ചിട്ട് ചെയ്യുന്നത് പോലെ തെറ്റ് ചെയ്യുന്നത്? അതിനും ഭഗവാൻ എന്താ ഉത്തരം പറഞ്ഞത്? കാമയേഷ ക്രോധയേഷ ഋചോ ഗുണസമുദ്ഭവഃ മഹാശനാ മഹാപാപ പാപ്മാ വിദ്യേനമിഹ വൈരിണം. അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള കാമം ക്രോധ മോഹങ്ങളാണ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഒരു വ്യക്തിയല്ല തെറ്റ് ചെയ്യുന്നത്, ആ വ്യക്തി ഏതോ ഒരു ഗുണത്തിലിരുന്ന് ആ ഗുണം അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആ ഗുണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സത്വഗുണത്തിലേക്കും വിശുദ്ധ സത്വഗുണത്തിലേക്കും ഉയർത്താൻ ശ്രമിക്കേണ്ടത്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി ഒരു പുഴയില് കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ തേളുണ്ട്. അപ്പൊ ആ തേള് വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ പിടിച്ച് കരയിലാക്കി. ഒരു പക്ഷെ തേളിന് വെള്ളത്തിൽ പറ്റിയ സ്ഥലം ആയിരിക്കില്ലായിരിക്കാം. അപ്പൊ അതിനെ കരയിലേക്ക് എടുത്തിട്ടു. അപ്പൊ ആ കരയിലേക്ക് എടുത്ത് കയ്യിലാണ് എടുത്തത്. അപ്പൊ ആ കയ്യില് ആ തേള് കുത്തി. അത് കഴിഞ്ഞ് വീണ്ടും അത് വെള്ളത്തിലേക്ക് വന്നു. അപ്പോഴും ഈ സന്യാസി അതിനെടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോഴും ആ സന്യാസിന്റെ കയ്യിൽ അത് കുത്തി. അങ്ങനെ പല ആവർത്തി ചെയ്തപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കുത്തു കൊണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പറഞ്ഞ അതിന്റെ സ്വഭാവമാണ് കുത്താന്നുള്ളത്, എന്റെ സ്വഭാവം അതിനെ രക്ഷിക്കാന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നു, അത് അതിന്റെ സ്വഭാവം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വേദനിക്കപ്പെടുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ഒരു വ്യക്തി ഏത് ഗുണത്തിലാണ്, ആ ഗുണത്തിലായതുകൊണ്ടാണ് അത് അവരങ്ങനെ പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അവരോട് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യണ്ടാന്നോ അവരെ ബോധ്യപ്പെടുത്തണ്ടാന്നോ ഒന്നുമല്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ ഉള്ളില് എന്തുണ്ടാവേണ്ട ആവശ്യമില്ല, അവരോട് വെറുപ്പ്, വൈരാഗ്യം, അവര് നശിച്ചു പോട്ടെ എന്നുള്ള ഒരു ചിന്ത, അതൊന്നും നമ്മുടെ ഉള്ളില്
ആവശ്യമില്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ അഥവാ ദേവമായായ നൂനം ഗതിരഗോചരാ ചേതസോ വചസശ്ചാപി ഭൂതാനാമിതി നിശ്ചയഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ അഥവാ ദേവമായായ നൂനം ഗതിരഗോചരാ അഥവാ ദേവമായ ചേതസോ വചസശ്ചാപി ഭൂതാനാമിതി നിശ്ചയഃ. ചേതസോ അഥവാ മാറി മാറി സംഭവിപ്പിക്കുക. ദേവ ഭഗവാൻ, മായയാ ശക്തികൾ, നൂനം എളുതായ, ഗതിഹി ഗതി, അഗോചര ഭാവനാതീതം, ചേതസഹ മനസ്സാലെ, വചസഹ വാക്കാലോ, ച അല്ലെങ്കിൽ അതി കൂടെ, ഭൂതാന എല്ലാ ജീവാത്മാക്കളുടെയും ഇതി അപ്രകാരം നിശ്ചയ വർണ്ണിച്ചു. വർത്തനം ഭാഗം ഇസി ഭക്തി വേദാന്ത സംശയ പ്രപാദിച്ചു. ഇപ്രകാരം ഭഗവത് ശക്തികൾ അചിന്യമാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. മാനസിക ഊഹാപോഹങ്ങളാലോ വാക്കുകളാലോ ആർക്കും അവയെ അപഗ്രഥിക്കുവാൻ കഴിയുകയില്ല. അപ്പോ എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അല്ലെ. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ എന്താ പറയുന്നത്? ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. എല്ലാരും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഒരു യന്ത്രം എങ്ങനെയാണോ, ഒരു കാറ് തനിയെ പോവില്ല അല്ലെ, അതിന് ഡ്രൈവർ വേണം. അതുപോലെ ഒരു യന്ത്രം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അവർക്കും ഈ ഭക്തി വേദാന്ത സംശയ പ്രഭുപാദിച്ച് സർവ്വതിന്റെയും പരമകർത്താവ് ഭഗവാനാണെന്ന് ഭക്തന് നിശ്ചയമായും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഭക്തൻ കർമ്മിയെ തിരിച്ചറിയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം. പരമനിർവാഹകൻ ആരെന്നറിയെ യഥാർത്ഥ നിർവാഹകൻ അഥവാ കർത്താവ് ആരെന്നതിനെ കുറിച്ച് അജ്ഞനാണ് താനെന്ന് ഒരുവൻ സ്വയം അഭിനയിക്കരുത്. ഈ സന്ദേഹത്തിന് ഉത്തരം സർവ്വതും തന്റെ നിയുക്ത മായാശക്തി അഥവാ ഭൗതിക ശക്തിയാൽ നിർവഹിക്കപ്പെടുന്നതാകയാൽ ഭഗവാനും അതിന് നേരിട്ട് ഉത്തരവാദിയല്ല. അപ്പൊ അതാണ് വലിയൊരു ഉത്തരം അല്ലെ. അതായത് എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞൂടെ? എല്ലാറ്റിനും കാരണം ഭഗവാനാണെന്ന് നേരിട്ട് ഉത്തരം പറഞ്ഞൂടെ? അപ്പൊ ഭഗവാനാണ്, എന്റെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഭഗവാനാണ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ അതല്ല, അത് ശരിയല്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സന്ദേഹത്തിന് ഉത്തരം സർവ്വതും തന്റെ നിയുക്ത മായാശക്തി അഥവാ ഭൗതിക ശക്തിയാൽ നിർവഹിക്കപ്പെടുന്നതാകയാൽ ഭഗവാനും അതിന് നേരിട്ട് ഉത്തരവാദിയല്ല. ഭഗവാനും ഒന്നിനും നേരിട്ട് ഉത്തരവാദിയല്ല. അപ്പൊ നേരിട്ട് ആരാണ് ഉത്തരവാദി? നമ്മൾ ഓരോ കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ ആരാണ് ചെയ്യുന്നത്? മായാശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ് 3 ഗുണങ്ങളിൽ പെടുത്തിയിട്ട്. അപ്പൊ ഒന്നിനും ആരും നേരിട്ട് ഉത്തരവാദിയല്ല. ഭഗവാന്റെ പരമാധികാരത്തെ കുറിച്ചുള്ള സന്ദേഹങ്ങളെ സദാ ഉത്തേജിപ്പിക്കുകയാണ് ഭൗതിക ശക്തി അഥവാ മായാശക്തി ചെയ്യുന്നത്. ഭഗവത് അനുമതിയില്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് ധർമ്മ വ്യക്തിത്വത്തിന് ശരിക്കും അറിയാം. എന്നിട്ടും മായാശക്തിയുടെ പ്രഭാവത്താൽ അദ്ദേഹം സന്ദേഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആകയാലാണ് പരമ കാരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നത്. മായാശക്തിയുടെയും കലിയുടെയും പ്രഭാവത്താൽ പങ്കിലമായതാണ് ഈ സന്ദേഹ അവസ്ഥയ്ക്ക് കാരണം. കലിയുഗമാകെ മായാശക്തിയാൽ പൂരിതമായിരിക്കുന്നു. മാത്രവുമല്ല അവയുടെ നിർണയ തോത് അവ്യാഖ്യേയമാണ്. അപ്പോ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും കൂടുതലാണ് മായാശക്തിയുടെ പ്രഭാവം ഈ കലിയുഗത്തില്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ നിർണയിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, വിതുരൻ യമരാജന്റെ തന്നെ അവതാരമാണ് അല്ലെ. അദ്ദേഹം എന്തുകൊണ്ടാണ് വിതുരനായി സൂതപുത്രനായിട്ട് വരേണ്ടി വന്നത്, ദാസീപുത്രനായിട്ട് വരേണ്ടി വന്നത്? ഈ ഒരു എന്താണ് ഈ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേഷന്റെ ഒക്കെ ഇത് വ്യത്യാസം വന്നതുകൊണ്ടാണ് അല്ലെ. മാണ്ഡൂകമുനി കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ഒരു പാറ്റയെ, ഒരു തുമ്പിയെ, ഒരു എന്താണ് ഒരു ചെറിയൊരു കഷ്ണം കൊണ്ട് കുത്തിന്നാണ് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിന്റെ പേരിലാണ് ഇത്രയും പ്രായമായി സന്യാസിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് കുന്തമുനയുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശപിച്ചിട്ട് വിതുരനായിട്ട് വീണ്ടും വരേണ്ടി വന്നത്. അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോൾ ഉള്ള കർമ്മങ്ങൾ എടുക്കേണ്ടതില്ലല്ലോ. അപ്പോ ഈ ഒരു എന്താ പറയാ, കർമ്മത്തിന്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്ര കോംപ്ലിക്കേറ്റഡ് ആണത്. ഓം നമോ ഭഗവതേ വാസുദേവായ തപശൗചം ദയാ സത്യം ഇതി പാദാകൃതേ കൃതാഃ
അധർമ്മം ശൈസ്ത്രയോ ഭഗ്നാഹ സ്മയസംഗമതൈസ്തവ. ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപശൗചം ദയാ സത്യം ഇതി പാദാകൃതേ കൃതാഃ. അധർമ്മം ശൈസ്ത്രയോ ഭഗ്നാഃ സ്മയസംഗമതൈസ്തവ. വൈരാഗ്യം ശൗചം വൃത്തി ദയ സത്യം ഇത് ഇപ്രകാരം പാദങ്ങൾ കൃതേ സത്യയുഗത്തിൽ സ്ഥാപിച്ചു. അധർമ്മം അംശങ്ങളാണ്. ത്രയഃ മൂന്നും യോജിച്ച് ഭഗ്നാഹ ഭേദിച്ചു. സ്മയ അഹന്ത സംഘ സ്ത്രീ സംസർഗം മതൈഹി ലഹരി തവ താങ്കളുടെ നർത്തനം ഭാവത്തും സത്യയുഗത്തിൽ വൈരാഗ്യം ശൗചം വൃത്തി ദയ സത്യം എന്നീ 4 തത്വങ്ങളാൽ അങ്ങയുടെ 4 പാദങ്ങളും സ്ഥാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹന്ത, സ്ത്രീകളോടുള്ള അതിയായ കാമം, ലഹരി എന്നീ രൂപങ്ങളിലുള്ള അതിരുകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന അധർമ്മത്താൽ അങ്ങയുടെ 3 പാദങ്ങളും ഛേദിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. അപ്പോ ഇത് പറയുന്നത് ആരാണ്? പരീക്ഷിത് മഹാരാജാവ് കാളയോട് അങ്ങോട്ടല്ലേ ധർമ്മരാജാവിനോടാണ് പറയുന്നത്. സത്യയുഗത്തില് 4 കാലിലായിരുന്നു കാള ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു ആ 4 കാല്? വൈരാഗ്യം, അതായത് ഡിറ്റാച്ച്മെന്റ് അല്ലെ, ശൗചം വൃത്തി, ദയ, അതായത് എല്ലാ ജീവജാലങ്ങളോടുള്ള ദയ ഉണ്ടായിരുന്നു, സത്യം അല്ലെ, എല്ലാവരും സത്യസന്ധരായിരുന്നു. ഈ 4 കാലുകളും സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു? അഹന്ത, സ്ത്രീകളോടുള്ള അതിയായ കാമം, ലഹരി ഉപയോഗം, ഇങ്ങനെയുള്ള അതിരുകളൊക്കെ ലംഘിച്ച് 3 കാലുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. മായയുടെ മോഹിപ്പിക്കുന്ന ആകർഷണത്തിന്റെ ഇരകളായി നിബന്ധിക്കുന്ന ജീവാത്മാക്കൾക്ക് ആനുപാതികമായി ജീവാത്മാക്കളിൽ മായാശക്തി അഥവാ ഭൗതിക ശക്തി പ്രവർത്തിക്കുന്നു. ഭൗതിക ശക്തി പ്രവർത്തിക്കുന്നു. ഈയാമ്പാറ്റകൾ തീനാളങ്ങളുടെ കാന്തിയിൽ മോഹിതരായി അഗ്നിക്കിരയായി തീരുന്നു. അതുപോലെ മതിവിഭ്രമമാകുന്ന അഗ്നിക്കിരയായി തീരാൻ വൃദ്ധാത്മാക്കളെ മായാശക്തി സദാ മോഹിപ്പിക്കുന്നു. അപ്പോ അതാണ് ഒന്നാമത്തെ കാരണം അല്ലെ. എന്താണ്? മായാശക്തിയാണ് നമ്മളെ എല്ലാവരെയും മോഹിപ്പിക്കുന്നത്. നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് പോകാതെ നമ്മളെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഭഗവാന്റെ മായാശക്തിയാണ്. യോഗമായ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുമ്പോൾ ഭഗവാന്റെ മായാശക്തി മഹാമായ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റി ഈ ഭൗതികതയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ നമ്മള് തീ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈയാമ്പാറ്റകൾ എന്ത് ചെയ്യും? അതിന്റെ ചൂടും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് അടുക്കും അല്ലെ. അപ്പൊ അതിന് അടുത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? അപ്പൊ തന്നെ അതിന്റെ ചിറക് കരിഞ്ഞു പോവും, അത് ആ തീയിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തമോ ഗുണത്തിലേക്ക് താഴ്ന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണോ ഈയാമ്പാറ്റകള് ആ അഗ്നിയിൽ വീണ് നശിച്ചു പോകുന്നത്, അതുപോലെ നമ്മളും ഓരോരോ ആഗ്രഹങ്ങളുടെ ബേസില് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബദ്ധാത്മാക്കൾ മതിവിഭ്രമത്തിന് ഇരകളായി തീരരുതെന്നും മായിക ശക്തിയിൽ നിന്നും സ്വതന്ത്രരാകണമെന്നും വേദശാസ്ത്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് ചലിക്കരുതെന്നും പ്രകാശത്തിന്റെ പുരോഗമനോന്മുഖമായ പാതയിലേക്കാണ് നാം മുന്നേറേണ്ടതെന്നും വേദശാസ്ത്രങ്ങൾ മുന്നറിവ് നൽകുന്നു. മായയുടെ മോഹിപ്പിക്കുന്ന ശക്തി അത്യന്തം ശക്തിമത്താകയാൽ അതിനെ അതിജീവിക്കാൻ പ്രയാസമാണെന്നും എന്നാൽ ഭഗവാനെ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്ന ഒരുവൻ അത് നിഷ്പ്രയാസം സാധ്യമാണെന്നും ഭഗവാൻ സ്വയം നമ്മെ ഉപദേശിക്കുന്നു അല്ലെ. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെ. എന്താണ്? ദൈവീ ഹേഷ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവയേ പ്രപദ്യന്തേ മായാമേ താം തരന്തി തേ. നമ്മള് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറിവില്ലായ്മയിൽ നിന്നും പുറത്തു വന്ന് ഈ ഭൗതികമായതിനോടുള്ള അട്രാക്ഷൻ കുറച്ച് അതിന്റെ ഡിറ്റാച്ച്മെന്റ് കൊണ്ട് അല്ലെ. നമ്മള് ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറയുന്നത്? അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്വം അല്ലെ. ഡിറ്റാച്ച്മെന്റ് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത്. ആദ്യം വേണ്ടത് ഡിറ്റാച്ച്മെന്റ് ആണ്.
എന്നാൽ ഭഗവത് പാദാംബുജങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് അഥവാ ആത്മസമർപ്പണം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യം എന്നിവയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം ആത്മസമർപ്പണം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഭഗവാനോട് അടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന മിനിമം ക്വാളിറ്റിയാണ്, മിനിമം ക്വാളിഫിക്കേഷൻ ആണ് എന്ത്? ഈ 4 കാര്യങ്ങൾ: വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന് സ്വയം സമർപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. സത്യയുഗത്തിൽ ഈ 4 തത്വങ്ങളും പുരോഗമനോന്മുഖ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠമായ അഥവാ സ്തുത്യർഹമായ ലക്ഷണങ്ങളായിരുന്നു. ആ യുഗത്തിൽ ഓരോ മനുഷ്യനും പ്രായോഗിക ജീവിതത്തിൽ യോഗ്യരായ ഒന്നാന്തരം ബ്രാഹ്മണ ശ്രേഷ്ഠരായിരുന്നു. മാത്രവുമല്ല, സാമൂഹ്യ ജീവിത വ്യവസ്ഥിതിയിൽ അവരെല്ലാം പരമഹംസരുമായിരുന്നു. സാംസ്കാരികമായി മാനവരെല്ലാം തന്നെ മായാശക്തിക്ക് അധീനരുമല്ലായിരുന്നു. അത്തരം സ്വഭാവശുദ്ധിയുള്ള കരുത്തരായ മനുഷ്യർ മായയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാകാൻ തക്ക കേൾപ്പുള്ളവരായിരുന്നു. എന്നാൽ അഹന്ത, സ്ത്രീകളോടുള്ള അഭിനിവേശം, ലഹരിക്കായുള്ള ആസക്തി എന്നിവയ്ക്ക് ആനുപാതികമായി വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യം എന്നീ ബ്രാഹ്മണീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് കുറവുണ്ടാകുന്നു. അപ്രകാരം പരിത്രാണ പാത അഥവാ മോക്ഷമാർഗം അല്ലെങ്കിൽ അതീന്ദ്രിയ പരമാനന്ദ പാത മാനവ സമൂഹത്തിൽ നിന്നും വളരെ ദൂരേക്ക് പലായനം ചെയ്യുന്നു. അപ്പോ നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കരിപുരുഷന്റെ കാളയുടെ ധർമ്മരാജാവിന്റെ 3 കാലുകൾ ഛേദിക്കപ്പെട്ടു പോയത് അല്ലെ. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് അഹന്ത, സ്ത്രീകളോടുള്ള അഭിനിവേശം, ലഹരിക്കായുള്ള ആസക്തി. ഈ 3 കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് കലിപുരുഷന്റെ 3 കാലുകൾ പോയത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മള് ആ ഒരു സംസ്കാരം, ബ്രാഹ്മണീയ സംസ്കാരം ഇല്ലാതെയായി നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്ന് പോവുകയാണ് ചെയ്യുന്നത്. മോക്ഷമാർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. കലിയുഗം പുരോഗമിക്കവേ ജനങ്ങൾ അത്യന്തം അഹന്തയുള്ളവരായും സ്ത്രീലമ്പടരായും ലഹരിയോട് ആസക്തിയുള്ളവരുമായി തീരുന്നു. കലിയുഗത്തിന്റെ പ്രഭാവത്താൽ പാപ്പരായവർ പോലും തന്റെ നയാ പൈസയിന്മേൽ അതിയായി അഹങ്കരിക്കുന്നു. പുരുഷ ഹൃദയത്തെ വശീകരിക്കാൻ സ്ത്രീകൾ സദാ അത്യന്തം ആകർഷകമാം വിധം മോഹിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യുന്നു. ജനങ്ങൾ മദ്യം, പുകവലി, മയക്കുമരുന്ന്, ചായ, കാപ്പി തുടങ്ങിയവയ്ക്ക് അടിമകളായി തീരുന്നു. സർവ്വവിധ അധർമ്മങ്ങളുടെയും മൂലകാരണം ഈ ദുശീലങ്ങളൊക്കെയാണ്, അഥവാ പരിഷ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ഇവയൊക്കെയാണ്. അപ്പൊ ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അല്ലെ. ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നതാണ്. ഈ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ധർമ്മരാജാവിന്റെ 3 കാലുകൾ ഇല്ലാതെയാവാനും കാരണം. ആകയാൽ സ്വജനപക്ഷപാതം, കോഴ കൊടുക്കൽ വാങ്ങൽ എന്നിവയെ നിരോധിക്കാൻ സാധ്യമല്ല. നിയമപ്രകാരമുള്ള പ്രവർത്തനത്താലോ പോലീസിന്റെ ജാഗ്രതയാലോ അത്തരം തിന്മകളെ തടുക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ബ്രാഹ്മണീയ സംസ്കാര തത്വങ്ങൾ അഥവാ വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത എന്നീ തത്വങ്ങൾ ശുപാർശ ചെയ്യുക എന്ന ഉചിതമായ ഔഷധം സേവിക്കുന്നതിലൂടെ ഒരുവന് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ സാധിക്കുന്നു. ഇപ്പോ നമ്മൾ മറ്റുള്ളവരെയല്ല തിരുത്തേണ്ടത്, നമ്മളെയാണ് തിരുത്തേണ്ടത് അല്ലെ. നമുക്ക് ഒരിക്കലും വേറൊരാളോടല്ല ഇതൊക്കെ ചെയ്യാൻ പറയാം, നമുക്ക് ചെയ്യാനാണ് പറ്റുക അല്ലെ. അപ്പൊ എല്ലാവരും ഇതിലേക്ക് വരാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എല്ലാവരെയും ഭഗവത്ഗീത ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ക്ഷണിക്കാം, ഇൻവൈറ്റ് ചെയ്യാം നമുക്ക്. അതുപോലെ എല്ലാവരോടും നാമം ജപിക്കാൻ പറഞ്ഞു കൊടുക്കാം അല്ലെ. നമുക്കിപ്പോ ഭൗതികമായി മാത്രം ഇരിക്കുന്ന ഒരാളിനോട് നമുക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് സമ്പത്ത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാമം ജപിക്കൂ എന്ന് പറയാം അല്ലെ. നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. കാരണം അവരോട് ഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നാമം ജപിക്കാൻ പറഞ്ഞാൽ അവര് വരില്ല, അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ കിട്ടും നാമം ജപിച്ചാല് എന്ന് പറഞ്ഞാൽ അല്ലെ. മക്കളൊക്കെ നല്ലതായിട്ടിരിക്കും, മക്കൾക്ക് നല്ല ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അവർ നാമം ജപിക്കും. അങ്ങനെ നാമം ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോ ഹ്യപദ്രാണി വിതുനോതി സുഹൃത്സദാം. എന്ത് സംഭവിക്കും? നാമം ജപിക്കുമ്പോ നമ്മുടെ ഉള്ളിലെ തിന്മകളൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും. നമ്മള് പ്യോറായി മാറും അല്ലെ, പരിശുദ്ധിയായി മാറും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഭക്തി ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ തിരുത്താൻ അതേ ഉള്ളു വഴി. നമ്മൾ ആദ്യം നമ്മളെ തിരുത്താം, എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ തിരുത്താൻ സാധിക്കുള്ളൂ. ഉപഭോക്താക്കൾക്ക് ഉപയോഗമുള്ള സാധനങ്ങളെ കൊള്ളയടിക്കുന്നതിന്റെ ഫലമായി ആധുനിക സംസ്കാരവും സാമ്പത്തിക പുരോഗതിയും ദാരിദ്ര്യവും ക്ഷാമവും നിറഞ്ഞ ഒരു പുതിയ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. നേതാക്കളും സമൂഹത്തിലെ സമ്പന്നരും അവർ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തിന്റെ 50% മാർഗഭ്രംശം സംഭവിച്ച ജനസമൂഹത്തിൽ ഈശ്വരാവബോധം വളർത്താനായി
ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കാനായി ദയാപൂർവം ചെലവിടുന്ന പക്ഷം ബദ്ധാത്മാക്കളെ ആപത്തിലകപ്പെടുത്തുന്ന ഉദ്യമത്തിൽ കലിയുഗം നിശ്ചയമായും പരാജയപ്പെടുത്തപ്പെടും. വിദ്യാഹങ്കാരം അല്ലെങ്കിൽ ഒരുവന്റെ ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള അതിമതിപ്പ്, സ്ത്രീകളോടുള്ള അനാവശ്യ അഭിനിവേശം അഥവാ അവരോടുള്ള അനാവശ്യ സംസർഗം, ലഹരി എന്നിവയെല്ലാം മാനവ സംസ്കാരത്തെ സമാധാനത്തിന്റെ പാതയിൽ നിന്നും വഴിപിഴപ്പിക്കുമെന്ന യാഥാർത്ഥ്യം നാം സദാ സ്മരിച്ചിരിക്കേണ്ടതാണ്. വസ്തുതകൾ ഇപ്രകാരമായിരിക്കെ ഭൂരിപക്ഷം ജനങ്ങളും ലോക സമാധാനത്തിനായി മുറവിളി കൂട്ടുന്നു. ശ്രീമദ് ഭാഗവത തത്വങ്ങൾ പ്രഭാഷിക്കുന്നത് വഴി എല്ലാ മനുഷ്യരും നിശ്ചയമായും അനാർഭാട പ്രിയരും സുഖഭോഗങ്ങളിൽ തീവ്ര വിരക്തിയുള്ളവരും ആന്തരികവും ബാഹ്യവുമായി ശുദ്ധിയുള്ളവരും ദുരിതം അനുഭവിക്കുന്നവരോട് ദയയുള്ളവരും ദൈനംദിന ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നവരും ഒക്കെയായി തീരും. വർത്തമാന കാലത്ത് വളരെ പ്രബലമായി പ്രകടമായി കൊണ്ടിരിക്കുന്ന മാനവ സമൂഹത്തിന്റെ ന്യൂനതകളെ തിരുത്താനുള്ള മാർഗമാണത്. അപ്പോ നമ്മൾ ഭഗവാനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അല്ലെ പ്രഭുപാദര് പറയാണ്, നമ്മൾ പല വഴിക്ക് പല തരത്തിൽ പൈസ ഉണ്ടാക്കാണ്. എല്ലാവരെയും പറ്റിച്ചും ചതിച്ചും ഒക്കെ നമ്മൾ പണം ഉണ്ടാക്കുവാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു 50% എങ്കിലും കൃഷ്ണാബോധം വികസിപ്പിക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലെ, നമുക്ക് ഇന്നത്തെ കാലത്ത് ഏതൊരു സാധനത്തിനും പ്യൂരിറ്റി ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യസാധനങ്ങളാവട്ടെ, നമ്മുടെ പണമാവട്ടെ, എല്ലാം എന്താണ്, മായം കലർന്നതാണ്. എല്ലാറ്റിലും ഉണ്ട് എന്ത് ഇംപ്യൂരിറ്റി പറയുന്നത്. അതിനെ പ്യോറാക്കാൻ എന്തേ സാധിക്കുള്ളൂ? ഭഗവാനെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അല്ലെ, അത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോഴേ അതിനെ പ്യോർ ആവാൻ സാധിക്കുള്ളൂ. അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് പോലും തിരുത്തപ്പെടാനുള്ള അവസരം കിട്ടും. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാന്റെ മനസ്സിലാക്കാനും ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ഏർപ്പെടാനും അവസരം കിട്ടും. അപ്പൊ എല്ലാവരോടും പറയേണ്ടത് എന്താണ്? ഭാഗവത തത്വം പറഞ്ഞു കൊടുക്കണം. അല്ലെ, അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൗതികതയോടുള്ള അമിതമായുള്ള ആസക്തി ഇല്ലാതെയാവുമെന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പണ്ഡിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णववृंद की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा। हरे कृष्ण माता जी, प्रणाम माता जी, प्रणाम माता जी। प्रणाम माता जी।